ബിജു തോണിക്കടവിന് ഹ്യൂസ്റ്റൺ വോയിസിലേക്ക് സ്വാഗതം. ഫോമയുടെ അടുത്ത 2 വർഷത്തെ സാരഥിയാണ് ബിജു തോണിക്കടവ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. പ്ലീസ് വെൽക്കം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജു തോണിക്കടവിൽ. ഇന്നലെ നടന്ന ഫോമയുടെ തെരഞ്ഞെടുപ്പിൽ അടുത്ത 2 വർഷക്കാലം ഫോമയെ നയിക്കുവാനുള്ള ഉത്തരവാദിത്വം ഫോമയുടെ അംഗസംഘടനകളിൽ നിന്ന് കടന്നു വന്ന പ്രതിനിധികൾ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി എനിക്ക് സഹായം ചെയ്ത നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. തീർച്ചയായും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട് നന്ദിയോട് സ്മരിക്കുന്നു. തീർച്ചയായും അടുത്ത 2 വർഷക്കാലം ഫോമ എന്ന ഈ വലിയ സംഘടനയെ മുന്നോട്ട് അവിടെയും പ്രാർത്ഥനയും സപ്പോർട്ടും അനുഗ്രഹവും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടും സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു. ബിജുവിൻ്റെ നാട് എവിടെയാണ്? ഇപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് എന്ന് പറയാമോ? ഞാൻ നാട്ടിലെ പത്തനംതിട്ട ജില്ല റാന്നി തോണിക്കടവ് എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. ഞാനിപ്പം ഫ്ലോറിഡയിലാണ്, ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിൽ താമസിക്കുന്നത്. ഫോമയായിട്ട് എത്ര വർഷമായിട്ടുള്ള പരിചയമാണ്? 10-12 വർഷത്തോളം ഞാൻ ഫോമയുമായിട്ട് സഹകരിച്ചു. ഈ തവണത്തെ പാനലിൽ ജയിച്ചവരെ പേരെന്ന് പറയാമോ? എൻ്റെ പാനലിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് പോൾ പി ജോസ്, ട്രഷററായിട്ട് പ്രദീപ് നായർ, വൈസ് പ്രസിഡന്റ് സാമുവൽ മത്തായി, ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ മഞ്ജു പിള്ള, ജോയിൻറ്റ് ട്രഷറർ ജോൺസൺ കണ്ണൂക്കാട്. ഫോമയുടെ അടുത്ത 2 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയാമോ? തീർച്ചയായും ഫോമയുടെ 2 വർഷക്കാലം വളരെ വിപുലമായ പരിപാടികളോട് ആഘോഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫോമ 20ാമത്തെ ജന്മവാർഷികം ആഘോഷിക്കുന്ന ഒരു വർഷമാണ് കടന്നു വരുന്നത്. അപ്പോൾ ആ 20ാമത്തെ വാർഷികം വളരെ വിപുലമായ പരിപാടികളോട് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന പരിപാടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഞങ്ങളുടെ മാനിഫെസ്റ്റോ പറഞ്ഞ പോലെ ഒരു 20 ഭവനങ്ങളില്ലാത്തവർക്ക് വെച്ച് നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങൾ അതെല്ലാം നാഷണൽ കമ്മിറ്റിയുമായിട്ട് ആലോചിച്ച് മറ്റ് ഫോമ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കും. പ്രത്യേകിച്ച് യുവജനങ്ങളെയും കുട്ടികളെയും സ്ത്രീകളെയും മുതിർന്ന പൗരന്മാരെയും എല്ലാവർക്കും തുല്യ അവസരങ്ങൾ കൊടുത്തുകൊണ്ട് കൂടുതൽ ആൾക്കാരെ ഫോമയിൽ ആകർഷിക്കുവാനും കൂടുതൽ അസോസിയേഷനെ ഫോമയിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ ആദ്യത്തെ ശ്രമം. പഠിച്ചതൊക്കെ എവിടെയാണ്? ഈ സംഘടന പാഠം എവിടെയാണ്? ഞാൻ നാട്ടിൽ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഞാൻ യൂണിയൻ്റെ സാധാരണപ്പെട്ട തൊഴിലാളികളുമായി ചേർന്ന് യൂണിയൻ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നാട്ടിൽ നിന്ന് ചെറിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷമാണ് ഞാൻ അമേരിക്കയിലെത്തിയത്. റാന്നിയിൽ നിന്നും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വളർന്നു വരുന്നു അമേരിക്കയിൽ. ജീമോൻ റാന്നി, താങ്കൾ എന്താണ് റാന്നിയുടെ ഒരു പ്രത്യേകത? റാന്നിയിൽ ഒത്തിരി നേതാക്കന്മാർക്ക് ഇടുക്കള വലിച്ചാൻ ഉൾപ്പെടെ, രാജു എബ്രഹാം, MC ചെറിയാൻ ഉൾപ്പെടെ, ഇപ്പോൾ നമ്മുടെ വിജിലി പനവാലിയുടെ മകന് വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നേതാക്കന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ് റാന്നി. അവരുടെയൊക്കെ വലിയ പാതകളെ പിന്തുടർന്നാണ് ഞങ്ങളെപ്പോലുള്ള ഇതൊക്കെ പഠിച്ചു വന്നത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് അതിൽ ചിലരോടെ കൂടെ MC ചെറിയാൻ്റെയും വിജിലി പനവാലിയോടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനും പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നവരെയൊക്കെ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഫോമയുടെ കേരള കൺവെൻഷന് പോയിട്ടിരുന്നു. ഫോമയുടെ എല്ലാ കേരള കൺവെൻഷനും പോകുന്ന ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ കൺവെൻഷനും പോയിരുന്നു. അമേരിക്കയിലെ പ്രദേശങ്ങളൊക്കെ ഒത്തിരി ദൂരദൂരെയാണ്. എങ്ങനെയാണ് ഇവരെയൊക്കെ ഏകോപിക്കുന്നത്? അത് ഞാൻ ഫോമയിൽ വന്ന കാലം തൊട്ട് ഞാൻ അമേരിക്കയിലാണേലും എൻ്റെ റീജിയനിലാണേലും എല്ലാ അസോസിയേഷൻ പരിപാടികൾക്കും എല്ലാ റീജിയൻ്റെ പരിപാടികൾക്കും പോവുകയും അവിടെയുള്ള സുഹൃത്തുക്കളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ആ സുഹൃത്ത് ബന്ധം കീപ്പ് ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഏകോപനം എനിക്കൊരു പ്രശ്നമല്ല. തീർച്ചയായും എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഉണ്ട്. അതാണ് ഈ ഇലക്ഷനിലൂടെ പ്രതിഫലിച്ചത്. അത് തീർച്ചയായും തുടർന്നും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടുമെന്ന് 100% വിശ്വസിക്കുകയും ചെയ്യും. ഓൾ ദി ബെസ്റ്റ് ബിജു. കാരണം നിങ്ങളുടെ പാനൽ ഒരുപാട് വർക്ക് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. വിജയത്തിൽ, ആഹ്ലാദത്തിൽ എല്ലാം ഞങ്ങളും പങ്കുചേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.